മധു കൊട്ടാരക്കര ബംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ മധു കൊട്ടാരക്കര. ഹാപ്പി ന്യൂ ഇയർ. ബംഗളൂരുവിലെ ആഘോഷങ്ങളൊക്കെ ഏതുവരെയായി? എന്താണ് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഹലോ, ബ്രിഗേഡ് റോഡ് പോലെയുണ്ട്. ആണോ? അറിയില്ല, അതിങ്ങനെയായിരുന്നു. ഞാനിപ്പോ ബ്രിഗേഡ് റോഡിലാണ് നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 7 ലക്ഷം ആൾക്കാരെയാണ് ബാംഗ്ലൂർ പോലീസ് ഇന്ന് രാത്രിയിൽ ഈ ന്യൂയോർക്ക് ആഘോഷിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബ്രിഗേഡ് റോഡിൽ മാത്രം ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് പോലീസിൻ്റെ ഒരു പ്രതീക്ഷ. തന്നെയുമല്ല, ഇപ്പോൾ തന്നെ 10,000കണക്കിന് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അനൂജ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 2000-ലധികം പോലീസുകാർ ഇവിടെ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. മൊത്തം ബാംഗ്ലൂരിൽ ഏതാണ്ട് 12,000 പോലീസുകാരെയാണ് ഇന്ന് രാത്രിയിലത്തെ ഈ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ പ്രധാന സ്ഥലങ്ങളെല്ലാം, ഇന്ദിരാനഗർ, അതുപോലെ കോറമംഗല, ബ്രിഗേഡ് റോഡ്, MG റോഡ് എല്ലാം നല്ല വെളിച്ചവും പ്രകാശവും ജനങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അത് 2025 വരവേൽക്കാനായിട്ട് ബാംഗ്ലൂർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നമുക്ക് ഒരുപാട് മലയാളി പ്രേക്ഷകരെയും 24-ൻ്റെ പ്രേക്ഷകരെയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മധു കൊട്ടാരക്കര, അതെ ബ്രിഗേഡ് റോഡിൽ നിന്നാണ് മധു കൊട്ടാരക്കര ആൾക്കൂട്ടത്തിനിടെ മറഞ്ഞു തോന്നുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ അമേരിക്കയിലായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ തവണ അല്ലേ? സമയത്ത് അതെ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകാം.